والصحابة الفائزين بسم الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാർ, ബഹുമാന്യരായ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഫിഖ്ഹ് ക്ലാസിൻ്റെ ദിവസമാണല്ലോ. കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ക്ലാസ് എടുക്കാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ട്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മദ്ഹുർ റസൂൽ പ്രഭാഷണം ലൈവായി ലഭിച്ചതിൻ്റെ ശേഷം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ലൈവ് കൂടി നമുക്ക് വരാനുണ്ട്. അതിൻ്റെ സമയത്തിൻ്റെ ഈ 2 ലൈവുകളുടെ ഇടയിലാണ് നമുക്ക് ഫിഖ്ഹ് ക്ലാസ്സിന് എന്ന നിലക്ക് ഇന്ന് ചെറിയൊരു സമയം ലഭിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞ് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ ചർച്ച ഉണ്ടായിരുന്നത് മരണശേഷം മയ്യത്തിന് ചെയ്തു കൊടുക്കൽ നിർബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ കൂട്ടത്തിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ മയ്യത്ത് കുളിപ്പിക്കലായിരുന്നു നമ്മുടെ വിഷയം ഉണ്ടായിരുന്നത്. അപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് ഒരൊഴിഞ്ഞ മേൽക്കൂരയുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ആവശ്യമായ ആളുകൾ അല്ലാതെ കുളിപ്പിക്കുന്നവനും സഹായിയും മയ്യത്തിൻ്റെ വലിയും ഒന്നും അല്ലാതെ കടക്കരുത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി കുളിപ്പിക്കുന്നതിൻ്റെ വിശാലമായ ഒരു രീതി, ചെറിയ കുളിപ്പിക്കൽ, ഏറ്റവും മിനിമം കുളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ മയ്യത്തിൻ്റെ ശരീരം മുഴുവനും നനഞ്ഞാൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത്. അതേ സമയത്ത് മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ പൂർണ്ണമായ രീതി എങ്ങനെയാണ്, ഒരു പരിപൂർണ കുളിപ്പിക്കൽ എങ്ങനെയാണ് എന്ന് മാത്രമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് മയ്യത്തിനെ ഇരുപ്പിക്കലാണ്, ഇരുത്തുക. അപ്പോൾ കിടക്കുന്ന മയ്യത്തിനെ നിവർത്തി ഇരുത്തണം. ആ ഇരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഊര വളയണം. അത് വളയാനാണ് നേരത്തെ മരിച്ച ഉടനെ സന്ധികൾ എല്ലാം മടക്കി നിവർത്തി മയപ്പെടുത്തൽ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇരുത്താനും നിവർത്താനൊന്നും കഴിയാത്ത അവസ്ഥ വരും. അപ്പോൾ ഇരുത്തണമെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത്? ഇരുത്തൽ എങ്ങനെയെന്നറിയോ? അല്പം പിറകോട്ട് ചായ്ച്ച് ഇരുത്തുക എന്നാ. അപ്പോ കുളിപ്പിക്കുന്നവന്റെ വലത് കൈ മയ്യത്തിന്റെ ചുമലിൽ വെക്കുകയും അതുപോലെ തന്നെ അവന്റെ ആ വലത് കൈയിന്റെ തള്ളവിരൽ തന്റെ പെരടിയുടെ ഭാഗത്ത് ഉള്ള ആ കുഴി പോലുള്ള ഭാഗം ഉണ്ടല്ലോ, കഴുത്തിന്റെ പിൻഭാഗം, അവിടെ തല ചായാതിരിക്കാൻ വേണ്ടി അവിടെ തള്ളവിരൽ കൊണ്ട് സപ്പോർട്ട് കൊടുക്കുകയും അതുപോലെ മയ്യത്തിന്റെ പുറം ഭാഗം കുളിപ്പിക്കുന്നവന്റെ വലത് കാൽമുട്ടിലേക്ക് ചേർത്ത് വെക്കുകയും വേണം. അപ്പം അതിനനുസരിച്ച് വലത് കാൽമുട്ട് ഉയർത്തി വെച്ച് അതിലേക്ക് മയ്യത്തിനെ പുറം ചേർത്തി വെക്കുക. അത് പുറകോട്ട് വീഴാതിരിക്കാനാണ്. എന്നിട്ട്
വലത് കൈ കൊണ്ട് മയ്യത്തിന്റെ ചുമലിലും ഈ അതിന്റെ തള്ളവിരലുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ പിരടിയുടെ പിൻഭാഗത്തുമായിട്ട് എന്താക്കുക, തല താങ്ങി നിർത്തുക. അങ്ങനെ അല്പം നേരെ ലെവലിലല്ല ഇരുത്തേണ്ടത്, അല്പം പിറകോട്ട് ചായ്ച്ച് ഇതേപോലെ പിന്നെ ഇരുത്തുക. അങ്ങനെ ഇരുത്തിയിട്ട് ഇടത് കൈകൊണ്ട് മയ്യത്തിന്റെ വയറ് തടവി കൊടുക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇടത് കൈകൊണ്ട് വയറ് തടവുക. എങ്ങനെയാണ് തടവേണ്ടത് എന്നാ? പല തവണ തടവണം, ആവശ്യമാകുന്ന അത്ര. അല്പം ശക്തി കൊടുത്തുകൊണ്ടും ആകണം. ഓവർ ഭാരം കൊടുക്കാൻ പാടില്ല. മയ്യത്തിന്റെ ഹുറുമത്തിന് കോട്ടം വരുന്ന രീതിയിലാകരുത്. എന്തിനാണിത് ചെയ്യുന്നത്? മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞിട്ട് മയ്യത്തിൽ നിന്ന് നജസ്സുകളൊന്നും പുറത്തു വരാതിരിക്കാനാണ്. നജസ് പുറത്തു വന്നാൽ വുളു മുറിയില്ല, അത് വേറെ കാര്യം. എന്നാലും അത് ശുദ്ധിയാക്കലൊക്കെ ആവശ്യം വരും. അപ്പോ അതില്ലാതിരിക്കാൻ വേണ്ടി കുളിപ്പിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് സാധാരണ നമ്മളും കുളിക്കുന്നതിന്റെ മുമ്പുള്ളതൊക്കെ ചെയ്യല്. അപ്പൊ അത് കുളിപ്പിക്കുന്നതിന് മുമ്പ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സുഗന്ധം അപ്പോൾ പുകയിപ്പിക്കൽ സുന്നത്താണ്. ആ സമയത്തൊക്കെ പിന്നെ മാത്രമല്ല, നമ്മളെ മരിച്ച വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, മരിച്ചാൽ തന്നെ അവിടെ സുഗന്ധം പുകയിപ്പിക്കൽ സുന്നത്തുണ്ട് എന്നാ. സുഗന്ധമാണ് പുകയിപ്പിക്കേണ്ടത്. ഒരു നല്ല വാസനയുള്ള എന്തെങ്കിലും കൊടുത്തിട്ട് എന്താക്കുക, പുകയിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ വയറ് തടവി കൊടുക്കുകയും സഹായി, കുളിപ്പിക്കുന്നവന്റെ സഹായി ധാരാളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട സമയമാണപ്പോൾ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ ഞാൻ കുളിപ്പിക്കുന്നതിന്റെ രൂപം മാത്രമാണ് പറയുന്നത്. പിന്നെ മയ്യത്തിനെ കടത്തുക. ഇത് കഴിഞ്ഞാൽ പിന്നെ കടത്തുക, അങ്ങനെ തന്നെ മലർത്തി കടത്തുക. മലർത്തി കടത്തിയിട്ട് മയ്യത്തിന്റെ മുന്തോരും പിന്തോരും അതിന്റെ ചുറ്റുഭാഗങ്ങളൊക്കെ, അതായത് ജീവിച്ചിരിക്കുന്നവൻ മനോരം ചെയ്യുന്നത് പോലെ വൃത്തിയാക്കി കഴുകി കൊടുക്കുക. അവിടെ ഒരു ശീലകഷ്ണം കൊണ്ടാണ് കഴുകേണ്ടത്. ശീലകഷ്ണം ഒരു പിന്നെ തുണിക്കഷ്ണം കയ്യിൽ ചുറ്റിക്കൊണ്ട് എന്താക്കണം, പിന്നെ അത് കഴുകി കൊടുക്കുക. അതിന്റെ ശേഷം ഇവിടെ തുണി ചുറ്റൽ നിർബന്ധമാണ്. തുണി ചുറ്റല് നിർബന്ധമാണ്. കാരണം മയ്യത്തിന്റെ ഔറത്ത് തുണിയില്ലാതെ തൊടൽ ഹറാമാണ് എന്നാണല്ലോ നിയമം. അതുകൊണ്ട് അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണ്. ഒരു ഭർത്താവ് മരിച്ചപ്പോൾ ഭാര്യ കുളിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഭാര്യ മരിച്ചപ്പോൾ ഭർത്താവ് കുളിപ്പിക്കുകയാണ്. അത് കുളിപ്പിക്കൽ അനുവദനീയമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നല്ലത് ആണുങ്ങളെ കുളിപ്പിക്കാൻ ആണുങ്ങളും പെണ്ണുങ്ങളെ കുളിപ്പിക്കാൻ പെണ്ണുങ്ങളും തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഭാര്യയോ ഭർത്താവോ ആണ് കുളിപ്പിക്കുന്നത് എങ്കിൽ പോലും ഔറത്ത് തൊടാൻ കയ്യിൽ തുണി ചുറ്റൽ നിർബന്ധമാണ് എന്നാണ് നിയമം. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ വൃത്തിയാക്കി കൊടുത്തതിന്റെ ശേഷം പിന്നെ കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകിയിട്ട്, ആ ശീല ഒഴിവാക്കി കൈയൊക്കെ വൃത്തിയായി കഴുകി മറ്റൊരു ശീല ഇടത് കയ്യിൽ എന്താക്കുക, ചുരുട്ടുക. മറ്റൊരു ശീല ഇടത് കയ്യിൽ ചുറ്റിയിട്ട് ശരീരത്തിലുള്ള മാലിന്യങ്ങൾ വല്ലതും, നജസോ മറ്റ് അഴുക്കുകളോ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കുക. അതാണ് പിന്നെ ചെയ്യേണ്ടത്. പിന്നെ ഇത് രണ്ടും കഴിഞ്ഞു. അപ്പോൾ ഒരു ശീല ചുറ്റിയിട്ട് മയ്യത്തിന് ഔറത്തിന്റെ ഭാഗം വൃത്തിയാക്കി കൊടുത്ത് ആ ശീല ഒഴിവാക്കി രണ്ടാമത്തെ ഒരു ശീല കൊണ്ട് ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തുള്ള വല്ല നജസോ മാലിന്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നീക്കിക്കൊടുത്ത്, ഇനി മൂന്നാമത്തെ ഒരു ശീല, അത് കഴിഞ്ഞിട്ടേ ഒരു മൂന്നാമത്തെ ശീല വിരലിൽ ചുറ്റിയിട്ട് ആ വിരല് കൊണ്ട് മയ്യത്തിന്റെ പല്ല് തേച്ചു കൊടുക്കലാണ് വേണ്ടത്. അത് ഇടത് കൈയിലെ വിരലാണ് നല്ലത്.
എന്നിട്ട് പല്ല് ഇതൊക്കെ തേച്ചു കൊടുക്കുക. ജീവിച്ചിരിപ്പുള്ള ആൾ മിസ്വാക്ക് ചെയ്യുന്നത് പോലെയാണ് പല്ല് തേച്ചു കൊടുക്കേണ്ടത്. പക്ഷേ ജീവിച്ചിരിപ്പുള്ള ആൾ മിസ്വാക്ക് ചെയ്യുമ്പോൾ വായ തുറന്ന് ഉൾഭാഗമൊക്കെ കഴുകാറുണ്ട്. പക്ഷെ മയ്യത്തിൻ്റെ വായ തുറക്കാൻ പാടില്ല, കാരണം വെള്ളം ഉള്ളിലേക്ക് കടക്കും. അപ്പോൾ അത് എന്താക്കണം, ശ്രദ്ധിക്കുക. പിന്നെ ഇനി ഇടത്തെ കയ്യിൻ്റെ വിരലുകൊണ്ട് പിന്നെ ചെയ്യേണ്ട ഒരു പണിയാണ്, നേരത്തെ പറഞ്ഞ ശീല ഉണ്ടല്ലോ, ആ ശീല കയ്യിലുണ്ടായിരിക്കെ ഇടത്തെ കയ്യിൻ്റെ ചെറുവിരൽ കൊണ്ട് മയ്യത്തിൻ്റെ മൂക്കിൻ്റെ ദ്വാരങ്ങളൊക്കെ വൃത്തിയാക്കി കൊടുക്കുക. പിന്നെ ഇതൊക്കെയാണ് കുളിപ്പിക്കൽ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പണികൾ. ഇപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടത് ഒരു കാമിലായ വുളൂ എടുത്തു കൊടുക്കുക എന്നതാണ്. പിന്നെയാണ് വുളൂ എടുത്തു കൊടുക്കേണ്ടത്. അത് ഹയാത്ത് കാലത്ത് വലിയ അശുദ്ധിയുള്ള ആള് കുളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സുന്നത്തായ എന്തെങ്കിലും കുളിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കുളി തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെയാണ് വുളൂ എടുക്കൽ സുന്നത്തുള്ളത്. അപ്പൊ ഇപ്പൊ ഇതുവരെ ചെയ്തതൊക്കെ പല്ല് തേക്കുക, മൂക്ക് വൃത്തിയാക്കുക, അതുപോലെ തന്നെ പിന്നെ വിസർജനം ചെയ്യുക, ഇതൊക്കെ മാത്രമേ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. ശരീരത്തിൽ എവിടെയെങ്കിലുള്ള നേഴ്സ് വൃത്തിയാക്കുക, നേഴ്സോ മറ്റു മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കുക, ഇതേപ്പോ ചെയ്തിട്ടുള്ളൂ. കുളി തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇനി കുളി തുടങ്ങുന്നതിന്റെ മുമ്പ് വുളു എടുക്കണം. വുളു എടുക്കുക എന്ന് പറഞ്ഞാൽ ഹയാത്തുള്ളവൻ വുളു എടുക്കണ പോലെ തന്നെ വായിൽ വെള്ളം കുപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റ്, അതുപോലെയുള്ള സുന്നത്തുകളൊക്കെ ചെയ്തുകൊണ്ട് മയ്യത്തിന് വുളു എടുത്തു കൊടുക്കണം എന്നാണ്. മയ്യത്തിന് വുളു എടുത്തു കൊടുക്കണം. അങ്ങനെ വുളു എടുത്തു കൊടുക്കുമ്പോൾ പിന്നെ മയ്യത്തിന്റെ തല അല്പം എന്താക്കണം, ചായ്ച്ച് ചെരിച്ച് പിടിക്കണം. കാരണം പിന്നെ ഈ വായിൽ വെള്ളം കുപ്പിളിക്കൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം കയറാതെക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇപ്പോ കുളിയുടെ സുന്നത്തായ വുളു ആണ് ഇപ്പൊ എടുത്തത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. വുളുവിന് നിയ്യത്ത് ആവശ്യമാണ്. വുളുവിന് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് നിയ്യത്ത് ഷർത്തില്ല, നിയ്യത്ത് സുന്നത്തേ ഉള്ളൂ എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുളിപ്പിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ഒരു സുന്നത്താണ് വുളു എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ആ വുളു എടുത്തു കൊടുക്കൽ ശരിയാകണമെങ്കിൽ കുളിപ്പിക്കുന്നതിന്റെ ഭാഗമായ വുളു എടുത്തു കൊടുക്കുന്നു. കുളിന്റെ സുന്നത്തപ്പെട്ടതാണ് ഈ വുളു, അത് ആണ് എടുത്തു കൊടുക്കുന്നത് എന്ന നിയ്യത്തോടെയാണ് മയ്യത്തിന് വുളു എടുത്തു കൊടുക്കേണ്ടത്. അതൊക്കെ ചെയ്യാം. ഇപ്പോ കുളിയുടെ ആമുഖങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുളി തുടങ്ങാൻ പോവുക. എങ്ങനെയാ കുളി തുടങ്ങേണ്ടത്? ആദ്യം തല കഴുകുക. തലമെന്നാണ് ഹയാത്തുള്ളവൻ കുളിക്കുമ്പോൾ തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോഴും തലമെന്ന് തുടങ്ങുക. തല തുടങ്ങുക. പിന്നെ താടി കഴുകുക. എന്നിട്ട് തലയും താടിയൊക്കെ എന്താക്കുക, ശരിക്കും വാർന്ന് വെക്കുക. മനസ്സിലായില്ലേ? തലയും താടിയൊക്കെ താളിയോ സോപ്പോ ഒക്കെ ഉപയോഗിച്ച് കഴുകുക. അങ്ങനെ കഴുകിക്കഴിഞ്ഞതിന് ശേഷം തലമുടി അതുപോലെ താടി രോമങ്ങളൊക്കെ പല്ല് ഇടുങ്ങിയതല്ലാത്ത അകലത്തിൽ പല്ലുള്ള ഒരു ചീർപ്പ് കൊണ്ട് എന്താക്കുക, വളരെ മാർദ്ദവമായി വാർന്നു വെക്കുക. അങ്ങനെ വാർന്നു വെക്കുമ്പോൾ തലമുടിയിൽ നിന്നോ താടിയിൽ നിന്നോ ഒക്കെ കൊഴിഞ്ഞു വീഴുന്ന പിന്നെ രോമം അത് മയ്യത്തിന്റെ കഫനിൽ തന്നെ വെക്കണം. കൂടെ മറവ് ചെയ്യേണ്ടതാണത്. മനസ്സിലായില്ലേ? അതാണ് സുന്നത്ത്. അങ്ങനെ ചെയ്യുക. അപ്പോ തല കഴിഞ്ഞു. തല കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ വലത് ഭാഗവും പിന്നെ ഇടത് ഭാഗവും കഴുകണം. അത് മലർത്തി തന്നെയാണ് ഇപ്പൊ മലർന്നാണ് മയ്യത്ത് കിടക്കുന്നത്. ആ മലർന്ന് കിടന്നുകൊണ്ട് ശരീരത്തിന്റെ വലത് ഭാഗം, അപ്പോൾ മുൻഭാഗം മാത്രമല്ലേ കിട്ടുള്ളൂ, പിൻഭാഗം കിട്ടൂലല്ലോ. അപ്പോൾ മുൻഭാഗത്തു നിന്നുള്ള വലത് ഭാഗവും അതിന്റെ ശേഷം ഇടത് ഭാഗവും കഴുകുക. ഇതിൽ കഴിഞ്ഞതിന് ശേഷം ഇടതു ഭാഗത്തേക്ക് ചെരിച്ചു കിടത്തി
വലതുഭാഗവും, പിന്നെ വലതുഭാഗത്തേക്ക് ചരിച്ചു കിടത്തി ഇടതുഭാഗവും കഴുകേണ്ടതാണ്. എന്താക്കാൻ പാടില്ല? മയ്യത്തിനെ ഒരിക്കലും കമഴ്ത്തി കിടത്താൻ പാടുള്ളതല്ല. അങ്ങനെ വലതുഭാഗം ഇടതുഭാഗമൊക്കെ എന്താക്കുക? കഴുകി കൊടുക്കുക. എന്നിട്ട് വലത് കഴുകുക, ഇടത് കഴുകുക. ഇവിടെയൊക്കെ സോപ്പോ പിന്നെ താളിയോ ഒക്കെ ഉപയോഗിക്കൽ സുന്നത്താ. എന്നിട്ട് പിന്നെ വെള്ളം കൊണ്ട് ആ സോപ്പും താളിയൊക്കെ നീക്കാൻ മാത്രം വെള്ളം ഒഴിക്കുക. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ശുദ്ധമായ വെള്ളം തല മുതൽ കാല് വരെ അങ്ങോട്ട് ഒഴിച്ചാൽ ഇതാണ് ഒരു കുളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ കുളിപ്പിക്കുക എന്നുള്ള പണി വുളു എടുപ്പിച്ചതിന്റെ ശേഷം ചെയ്ത തല കഴുകൽ മുതലുള്ള പണികളാ. അതിന്റെ മുമ്പ് ചെയ്തതൊക്കെ കുളിപ്പിക്കണ പണിയല്ല, കുളിപ്പിക്കുന്നതിന്റെ ആമുഖങ്ങളായി ചെയ്യേണ്ട കടമകളാണ്. അപ്പൊ കുളിപ്പിക്കല് ഇപ്പോ തല കഴുകി, അതുപോലെ തന്നെ വലതുഭാഗം ഇടതുഭാഗം കഴുകി, പിന്നെ ചെരിച്ച് കിടത്തിയിട്ട് വലതുഭാഗം ഇടതുഭാഗം എന്ന് ആദ്യം പറഞ്ഞത് ഏതാ? മലർന്ന് കിടക്കുമ്പോൾ കിട്ടുന്ന വലതുഭാഗവും ഇടതുഭാഗവും. പിന്നെ ഇടതുഭാഗത്തേക്ക് ചെരിച്ചിട്ട് ആദ്യം വലതുഭാഗവും, അത് പുറം ഉൾപ്പെടെയുള്ള പുറം വരെയുള്ള ഭാഗങ്ങളാണ്. പിന്നെ ഇടതുഭാഗത്തേക്ക് ചെരിച്ചിട്ട് പുറം വരെയുള്ള വലതുഭാഗത്തേക്ക് ചെരിച്ചിട്ട് പുറം വരെയുള്ള ഇടതുഭാഗവും എന്താക്കുക? കഴുകുക. അങ്ങനെ എല്ലാ 3 ഭാഗം കഴുകി കഴിയുമ്പോൾ സോപ്പോ താളിയൊക്കെ ഉപയോഗിക്കണം എന്നാണല്ലോ. ഈ സോപ്പും താളിയൊക്കെ ശരീരത്തിലുണ്ടാവും. അത് നീക്കാനുള്ള വെള്ളം ഒഴിക്കുക. അതൊഴിച്ചതിന്റെ ശേഷം പിന്നെ മൂർധാവ് മുതൽ കാല് വരെ ശുദ്ധമായ വെള്ളം ഒഴിക്കുക. ഇങ്ങനെ ഒഴിച്ചപ്പോൾ ഇപ്പോൾ ഒരു കുളിയാണ് ആയത്. ഇങ്ങനെ 3 വട്ടം ഇതൊക്കെ ചെയ്യൽ സുന്നത്താ. മനസ്സിലായോ? ഈ തല കഴുകലും 2 ഭാഗം കഴുകലും ഒക്കെ 3 വട്ടം കഴുകൽ സുന്നത്താ. 3 വട്ടം കൊണ്ടും വൃത്തി വന്നില്ല എങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിക്കുകയും, അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ ഒറ്റയാക്കലുമാണ് സുന്നത്ത്. അങ്ങനെ വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കേണ്ടതാ. പിന്നെ ഇവിടെ ഓരോ തവണയും വെള്ളത്തിൽ അല്പം കൽപ്പൂരം ഉപയോഗിക്കൽ സുന്നത്തുണ്ട്. അവസാനത്തെ കുളിപ്പിക്കൽ അത് ശക്തിയായ സുന്നത്താണ്. അവസാനം എന്താക്കണം? അത് അവസാനത്തേൽ അത് ശക്തിയായ സുന്നത്താണ്. മുഴുവനിലും അത് സുന്നത്തുണ്ട്. പിന്നെ ഇവിടെ കുളിപ്പിക്കപ്പെടുന്ന വ്യക്തി ഇഹ്റാമിലാണെങ്കിൽ അയാളുടെ ശരീരത്തിലോ കഫൻ പുടയിലോ കുളിപ്പിക്കുന്ന വെള്ളത്തിലോ സുഗന്ധം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ സുഗന്ധം ഉപയോഗിക്കൽ ഹറാമാ. മനസ്സിലായി? ഇതാണ് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ഒരു പൂർണ്ണമായ കുളി നടത്തിയാൽ പിന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതി നേരത്തെ മരിച്ച ഉടനെ ചെയ്തിരുന്നത് പോലെ മയ്യത്തിന്റെ സന്ധികൾ എല്ലാം ഒന്ന് മയപ്പെടുത്തൽ ആവശ്യമാണ്. അതുപോലെ തോർത്തി കൊടുക്കുകയും ചെയ്യാം. ഇതാണ് ഏറ്റവും പ്രധാനമായി ആ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട സംഗതികൾ. സന്ധികളൊക്കെ വീണ്ടും എന്താക്കണം? ഒന്ന് മയപ്പെടുത്തി കൊടുക്കണം. അതിനെ മടക്കുകയും നിർത്തുകയും ചെയ്തിട്ടുണ്ടൊക്കെ ഒന്ന് മയപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഇവിടെ കുളിപ്പിക്കുന്ന വ്യക്തി വിശ്വസ്തനായിരിക്കണം, ത്വാഹിറായിരിക്കണം എന്നും പറയുന്നുണ്ട്. ത്വാഹിറായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കുളിപ്പിക്കുന്നവന് ശുദ്ധി ഉണ്ടായിരിക്കണം. ശുദ്ധി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധി ഉള്ളവൻ ആകരുത്, ചെറിയ അശുദ്ധി ഉള്ളവനും ആകരുത്. അതാണ് സുന്നത്ത്. അപ്പോ കുളിപ്പിക്കുന്നവന് വുളു ഉണ്ടാകൽ സുന്നത്താണ് എന്ന് മനസ്സിലായി. മയ്യത്ത് കുളിപ്പിക്കുമ്പോഴേ കുളിപ്പിക്കുന്ന ആൾക്ക് ഒരു വുളു ഉണ്ടാകൽ എന്താണ്? വുളു ഉണ്ടാകൽ സുന്നത്താ. അതാണ് മയ്യത്തിന് വുളു എടുത്ത് കൊടുക്കൽ ഒന്നുണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ മയ്യത്ത് കുളിപ്പിക്കുന്നവന് വുളു ഉണ്ടാകലും സുന്നത്തുണ്ട്. അവൻ വിശ്വസ്തനാകണം എന്ന് പറഞ്ഞതിന്റെ പൊരുളെന്താ? മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ചിലപ്പോൾ കുളിപ്പിക്കുന്നവന്റെ ശ്രദ്ധയിൽ മറ്റുള്ളവർ കാണാത്ത എന്തെങ്കിലും സംഗതികൾ പെട്ടെന്നിരിക്കാം. മയ്യത്തിന്റെ ചില ദോഷവശങ്ങളോ അല്ലെങ്കിൽ ചില ഗുണവശങ്ങളോ അതിലുണ്ടാകാം. അങ്ങനെ വല്ല ഖൈറായ സംഗതിയും മയ്യത്തിൽ കണ്ടു എങ്കിൽ അത് പറയൽ നല്ലതാണ്. ഷർറായ വല്ലതും കണ്ടാൽ മസ്ലഹത്തിന് വേണ്ടിയല്ലാതെ അത് പറയാൻ പാടില്ല എന്നാണ് നിയമം. അവിടെ ഇമാമിങ്ങൾ വളരെ വ്യക്തമായി എഴുതി വെച്ച ഒരു സംഗതിയുണ്ട്. അതായത് ഒരു മുബത്തദി ആയ ഒരാൾ മരിച്ചു. ഒരു പുത്തൻവാദിയായ ഒരാളെ
റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിച്ച നരകത്തിൽ പോകുന്നൊക്കെ പറഞ്ഞ ടീമുണ്ടല്ലോ. അതിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മരിച്ചു. അയാളെ കുളിപ്പിക്കുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും മോശപ്പെട്ട ഒരു കാഴ്ച ഇയാൾക്ക് കാണാൻ പറ്റി കുളിപ്പിക്കണവന്. എന്നാൽ അയാളെ അപമാനിക്കാനല്ല, നേരെ മറിച്ച് അയാളുടെ ആശയം ശരിയല്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ വിഷയം പറയലാണ് നല്ലത് എന്ന് ഇമാമിങ്ങൾ എഴുതിച്ചിട്ടുണ്ട്. നേവി ഇമാമൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കണം. മനസ്സിലായോ? അയാളെ അപമാനിക്കാനല്ല, വ്യക്തികളെ അപമാനിക്കാൻ പാടില്ലല്ലോ. പിന്നെ എന്തിനുള്ളതാ? അയാളുടെ ആശയം ശരിയല്ല എന്നും അത്തരം ആശയങ്ങളുമായി നടക്കുന്ന ആളുകൾക്ക് വന്നേക്കാവുന്ന അപകടങ്ങളാണ് ഇത് എന്നൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അതിപ്പോൾ വിദേഹത്തുകാരൻ മാത്രമല്ല, ഒരു പലിശക്കാരനോ അങ്ങനത്തെ ഏതെങ്കിലും വലിയ പരസ്യമായി തെറ്റുകുറ്റങ്ങളുമായിട്ട് നടന്ന ഒരാളാണ്, പരസ്യമായി കള്ളുടിച്ചോ വിചരിച്ചൊക്കെ നടന്ന ആളാ. അപ്പൊ അങ്ങനെ ഒരാളിൽ നിന്ന് മരണപ്പെട്ടതിന്റെ ശേഷം ഇത്തരം ഒരു മോശമായ അടയാളം വല്ലതും കണ്ടാൽ ആ കാര്യങ്ങളുടെ ഗൗരവം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ അത് ഉപകരിക്കുമെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയലാണ് നല്ലത്. അല്ലാത്തിടത്തോളം ഒരു മയ്യത്തിൽ നിന്ന് എന്തെങ്കിലും മോശപ്പെട്ട കാഴ്ച കണ്ടാൽ അത് പറയാൻ പാടില്ല എന്നതാണ് വളരെ വ്യക്തമായി നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട സംഗതികൾ. അതായത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെപ്പറ്റി ഒരു കുറ്റവും പറയാൻ പാടില്ല. മുബത്തദിയാണ്, അതിൻ്റെ അർത്ഥം ജീവിതകാലത്ത് പറയാനല്ലല്ലോ. ജീവിതകാലത്ത് നമുക്ക് പൊരുത്തപ്പെടിക്കാനുള്ള ഒരു ചാൻസ് എങ്കിലും പ്രതീക്ഷിക്കാം. ഇവിടെ അതുമില്ല, അതുകൊണ്ടൊന്നും പറയാൻ പാടില്ല. അതേ സമയത്ത് അയാൾ മുബത്തദിയാണെങ്കിൽ അയാളുടെ ആശയത്തിന്റെ അപകടം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് പറയുന്നതിന് വിരോധവും ഇല്ല, പറയലാണ് നല്ലത്. എന്നാൽ നന്മ വല്ലതും കണ്ടാൽ അത് പറയുന്നത് നല്ലതാണ്. വല്ല നന്മയും കണ്ടു, അയാൾ അങ്ങനത്തെ വിധേയത്തേറണമെന്നല്ല, എന്നാൽ എന്താക്ക അയാളെ കുറിച്ച് അങ്ങനെ പറയുകയും ചെയ്യാം എന്നാണ്. അപ്പൊ നല്ലത് പറയുക. പിന്നെ മൊത്തത്തിൽ ഒരു വിശ്വസ്തനായ വ്യക്തി മയ്യത്തിനോട് സ്വീകരിക്കേണ്ട നിലപാട് അതാണ്. നല്ലത് പറയുക, അല്ലാത്തത് പറയാതിരിക്കുക. പിന്നെ ഇതിവിടെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, കുളിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുണ്ട്, കുളിക്കലും കുളിപ്പിക്കലും രണ്ടും തുല്യമാണ്. ഹയാത്ത് കാലത്ത് കുളിക്കൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മരിച്ചാൽ കുളിപ്പിക്കേണ്ടതും എന്ന് പലവട്ടം പറഞ്ഞതാണ്. ചെറിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് സ്വയം ചെയ്യാൻ കഴിയും, മറ്റേത് ചെയ്തു കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, മയ്യത്തിന്റെ ശരീരത്തിൽ മുഴുവനും വെള്ളം എത്തിയെങ്കിലേ കുളി ശരിയാവുള്ളൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ വെള്ളം ശുദ്ധമായ വെള്ളമായിരിക്കണം. അപ്പൊ സോപ്പ് തേച്ചിട്ട് ആ സോപ്പ് കലങ്ങി അതുകൊണ്ട് വാസനയോ നിറമോ വ്യത്യാസപ്പെട്ട വെള്ളമാണ് മയ്യത്തിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്നതെങ്കിൽ ആ വെള്ളം കൊണ്ട് മാത്രം കുളി ശരിയാവുന്നതല്ല. മയ്യത്തിന്റെ മാത്രമല്ല, ഹയാത്ത് കാലത്തുള്ളതും അങ്ങനെ തന്നെയാണ്. നമ്മൾ കുളിക്കണ സമയത്തേ ശരീരത്തിൽ ആദ്യം അങ്ങനെ എല്ലായിടത്തും വെള്ളമൊന്നും എത്തിച്ചില്ല. കുറച്ച് വെള്ളം പറഞ്ഞത് അവിടെയും ഇവിടേക്ക് എത്തി, എല്ലായിടത്തും എത്തിയില്ല. അതിന്റെ ശേഷം സോപ്പണ്ട് തേച്ചു. സോപ്പണ്ട് എല്ലായിടത്തും കൊണ്ട് തേച്ചപ്പോൾ എന്തായി, ആകെ കൊണ്ട് സോപ്പായി. അങ്ങനെ ആ സോപ്പിന്റെ മേലെ കൂടി വെള്ളം ഒഴിച്ചപ്പോൾ ഒഴിക്കുന്ന വെള്ളം ഈ സോപ്പ് തട്ടുമ്പോൾ വെള്ളത്തിന്റെ നിറവും രുചിയും വാസനയൊക്കെ മാറും. അങ്ങനെ ആവുമ്പോൾ കുളി ശരിയാവൂല. അപ്പൊ സോപ്പ് നീങ്ങിയതിന്റെ ശേഷം ശുദ്ധമായ വെള്ളം വേറെ ഒഴിച്ചെങ്കിലേ എന്താവുള്ളൂ, കുളി ശരിയാവുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്ത് പാടില്ല, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. ബഹ്റൈനിലെ ലൈവ് തുടങ്ങിയോ? ലൈവ് പ്രസംഗം പരിപാടിയൊക്കെ തുടങ്ങിയോ? അതോ തുടങ്ങുന്നുള്ളൂങ്കിൽ പിന്നെ നമുക്ക് എന്താക്കാം, ഒരു പരിപാടിയുണ്ട്, ചൂടായിക്കോട്ടെ, എന്നിട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കുളിക്കുമ്പോഴും കുളിപ്പിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏതായാലും മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ പരിപൂർണമായൊരു രൂപം മാത്രമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അത് അൽഹംദുലില്ലാഹ് പറഞ്ഞു കഴിഞ്ഞു. ഇനി
വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനാണ് സമയം നൽകേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് മറ്റൊരു ലൈവ് ഉള്ളതുകൊണ്ട് ഒരു സംശയ നിവാരണത്തിലേക്കൊന്നും കടക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ദിവസമാക്കാം. നാളെ സമയമുണ്ടെങ്കിൽ നാളെ വ്യാഴാഴ്ചയാണല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത തിങ്കളാഴ്ചയാണ്